മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഭരണകൂട വിവേചനം, വ്യവസ്ഥാപിത വിവേചനങ്ങൾ, അതിനെതിരായിട്ടുള്ള ഏറ്റവും ശരിയായ ശബ്ദം, അതിനെതിരായിട്ടും ധീരമായ ശബ്ദം എന്നുള്ള നിലക്കാണ് SDP സ്വയം പരിചയപ്പെടുന്നത്. പക്ഷേ അങ്ങേയറ്റം ഇസ്ലാമോഫോബിക്കായുള്ള സമീപനം സ്വീകരിക്കുന്ന മുസ്ലിം വിരുദ്ധ വംശീയ പദ്ധതികളെ അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്, അതിനെ സ്ഥാപനവൽക്കരിക്കുന്ന ഒരു ഭരണകൂടവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു, അങ്ങനെ ഒരു പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്ന ഒരു ചീത്തപ്പേര് തങ്ങൾക്ക് വന്നു ചേരുമ്പോൾ അതെങ്ങനെയാണ് SDP ഭാവിയെ ബാധിക്കുക എന്നുള്ളത് SDP സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം. SDP ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ ഏറ്റവും പ്രതീക്ഷ വെച്ചൊരു തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ലോക്കൽ ബോഡി തന്നെ. ചില പഞ്ചായത്തുകൾ പോലും പിടിച്ചടക്കും എന്നൊരു പ്രതീതി അവർ സൃഷ്ടിച്ചു. അവരുടെ ചില നേതാക്കന്മാർ തന്നെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇട്ടു. വലിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത് വരാൻ അവർക്ക് പറ്റിയില്ല. കഴിഞ്ഞ 2021 അതേ ടാലിയിൽ നിൽക്കുകയാണ് ചെയ്തത്. വലിയ നിരാശ അവർക്കുണ്ടായിരുന്നു. അവരുടെ നേതാക്കന്മാർ തന്നെ ആ നിരാശ പങ്കുവെച്ചത് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? SDP വളരെ ശാസ്ത്രീയമായി പണിയെടുത്തു കേട്ടോ. കഴിഞ്ഞ ഇലക്ഷൻ അവർ വളരെ സൈലൻ്റായി, വളരെ നേരത്തെ, വളരെ ശാസ്ത്രീയമായി പണിയെടുത്തു. പക്ഷേ എന്തുകൊണ്ടാണ് SDP ആ തിരിച്ചടി ഉണ്ടായത്? ഈ പറഞ്ഞതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തുണ്ടായ ഈ ഇടതുപക്ഷ വിരുദ്ധ തരംഗമുണ്ടായി. ആ തരംഗം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി എല്ലാവരും അതിൽ വീണു പോകും. ഒരു തരംഗം, ഒരു കാറ്റടിക്കുമ്പം അറിയാം, ആ കാറ്റ് പോകുന്ന വഴിയിൽ എല്ലാവരും വീണു പോകും. അതാണ് SDP സംഭവിച്ചത്. അപ്പോൾ ഇതാണ് SDP ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ പറയുന്ന മുസ്ലിം വിരുദ്ധ സമീപനങ്ങളെ സ്ഥാപനവൽക്കരിച്ച ഒരു ഭരണകൂടം, ഒരു പാർട്ടി അവരുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ രാഷ്ട്രീയമായി നമുക്കത് നഷ്ടമാകില്ലേ എന്നൊരാലോചന, ഒരു അപകട ചിന്ത ആ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട്. അതും നമുക്ക് പല പ്രതികരണങ്ങളായിട്ട് പുറത്തേക്ക് വരും നമുക്ക് കാണാൻ പറ്റും അവരുടെ തന്നെ ഭാഗത്തുനിന്ന്. അപ്പോൾ SDP സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പ്രശ്നമുണ്ട്. CPMനെ സംബന്ധിച്ച് അവരുടെ ആവശ്യം എന്താണ്? ഈ പറയുന്ന ഒരു വിടവ് സൃഷ്ടിക്കുക, മുസ്ലിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നം, അതിനകത്തൊരു വിടവ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കുതൂഹലങ്ങളാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്നത്. അതിലപ്പുറം ഈ പറയുന്ന തീവ്രവാദം, ഇതൊക്കെ എന്താ പറയുക, തികച്ചും കാപട്യമാണ്. ഞാനില്ല, തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് എല്ലാവരും ഒരു മുന്നണിയിൽ നിന്നിട്ട് മത്സരിക്കുക, ഇവിടെ വന്നിട്ട് ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവില്ലേ? ഇത് തികച്ചും കാപട്യമാണ്.